കിഷൻ നായർ സാറിനെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നമ്മൾ ഒറ്റ വാക്കി പറഞ്ഞാൽ കേരളത്തിൻ്റെ ക്യാൻസർ ചികിത്സാ രംഗത്തെ പിതാവായിട്ട് വേണേൽ പറയാം. അങ്ങനെ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം വ്യക്തിപരമായിട്ട് ഉള്ള ഒരടുപ്പം കൊണ്ട് മാത്രമാണ് ഞാനീ പറയുന്നത്. നമ്മളതിനെ സസൂക്ഷ്മം നമ്മൾ വിശകലനം ചെയ്താൽ കിഷൻ നായർ സാർ വരുന്നതിന് മുമ്പും പിമ്പുമുള്ള കേരളത്തിൻ്റെ ക്യാൻസർ ചികിത്സാ ചരിത്രം പരിശോധിച്ചാൽ മതി. അത് നിങ്ങൾക്ക് അറിയില്ല, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ക്യാൻസർ വാർഡ് ഒരിക്കലെങ്കിലും കണ്ടിട്ടുള്ളവർ അതിനെക്കുറിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ടോ? അതായത് പങ്കുകൾ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. പങ്കുകളിൽ കറങ്ങുന്ന ശബ്ദവും മൂത്രത്തിൻ്റെയും മലത്തിൻ്റെയും പഴുപ്പിൻ്റെയും ഗന്ധവും കലർന്ന ഒരു കുറ്റാക്കുറ്റിരുട്ടുള്ള ഒരു തടവറയായിരുന്നു അന്നവിടെ. അതായിരുന്നു നമ്മുടെ ക്യാൻസർ. അതായത് ആരും വേണ്ടത്ര ടെക്നോളജി വളർന്നിട്ടില്ല, വേണ്ടത്ര എക്സ്പെർട്ടൈസ്ഡ് ഡോക്ടർമാരില്ല. അതായത് പഴന്തുണി പോലെ ചുരുട്ടിക്കൊണ്ട് ഏതെങ്കിലും മൂലയിൽ കളയുന്ന മനുഷ്യരായിരുന്നു. അത്രയും സംവിധാനങ്ങളുണ്ടായിരുന്നു. അപ്പോഴങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നിന്നാണ് ഈ ഒരു സ്ഥാപനം അങ്ങനെ വരാൻ കാരണമുണ്ട്. അദ്ദേഹം ഒരിക്കൽ ഈ ക്യാൻസർ ചികിത്സയുടെ അദ്ദേഹം RCC സ്ഥാപിക്കുന്നതിന് മുമ്പ് തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ക്യാൻസർ ചികിത്സയുടെ മേധാവിയായിരുന്നു. ഇപ്പോൾ ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഒരു ദിവസം അദ്ദേഹം എന്തോ കോൺഫറൻസിന് പോയി. അദ്ദേഹം പറഞ്ഞു കേട്ട ഒരു കഥയാണ്. ആ കോൺഫറൻസിന് പോയപ്പോൾ അദ്ദേഹം അവിടെ ഒരു ദിവസം രാത്രിയിലാണ് ചെല്ലുന്നത്. രാത്രി ചെല്ലുന്ന സമയത്ത് ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ ഇങ്ങനെ ആൾക്കാർ നിരനിരയായി കിടക്കുന്നു. അപ്പോൾ ഇടയ്ക്ക് വരുന്നു, അതായത് പുറത്താണ്, അതിനകത്ത് ഒരുപാട് മലയാളികളുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോലീസ് വരും, അടിക്കും, ലാത്തി എടുക്കും. അതായത് റോഡിൽ ബ്ലോക്ക് ചെയ്ത് കിടക്കുകയില്ലേ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പോലീസ് വന്ന് ലാത്തി കൊണ്ട് അടിക്കുക, അവർ എഴുന്നേൽക്കും, പോലീസ് പോകും, വീണ്ടും വന്ന് കിടക്കും. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഇത് ആരാണ് കൂടുതൽ കുറച്ച് പേരോട് അദ്ദേഹം സംസാരിച്ചപ്പം ഈ കേരളത്തിൽ ഈ പറഞ്ഞ ക്യാൻസറിന് ചികിത്സ ഇല്ല. ബോംബെയിലേക്ക് പോയി അവിടെ ഒരു ഹോട്ടലെടുത്ത് താമസിക്കാനുള്ള സാമ്പത്തിക ശേഷി എത്ര പേർക്കുണ്ടാവും? അപ്പോൾ പിറ്റേ ദിവസം രാവിലെ OP ടിക്കറ്റ് എടുക്കാനായിട്ടാണ് രാത്രി തന്നെ ക്യൂ നിൽക്കുന്നത്. മനസ്സിലായി? രാവിലെ 8 മണിക്ക് അവിടെ ഓപ്പൺ ആകുമ്പം ഇത് കിട്ടില്ല, അന്നും കാണാം. അപ്പോൾ അവർക്ക് അതിനു വേണ്ടി ലോഡ്ജ് എടുത്ത് താമസിക്കാനുള്ള സൗകര്യവും അതില്ലാത്തത് കൊണ്ട്, സാമ്പത്തിക ശേഷി ഇല്ലാത്തത് കൊണ്ട് ഈ പാവങ്ങൾ തെരുവിൽ കിടന്ന് പോലീസിൻ്റെ അടിയും കൊണ്ട് മഞ്ഞും മഴയും ഒക്കെ ഏറ്റിട്ടാണ് ഇവർ രാവിലെ പോകുന്നത്. അദ്ദേഹത്തിന് ഭയങ്കര സങ്കടം വന്നു. ഇത് അദ്ദേഹം അന്ന് പ്രതിജ്ഞ ചെയ്തു എന്നാണ് പറയുന്നത്, കേരളത്തിലെ ഇങ്ങനൊരു അവസ്ഥ രോഗികൾക്കുണ്ടാകാൻ പാടില്ല, അന്തസ്സായിട്ട് ജീവിക്കാൻ പറ്റിയ, അന്തസ്സായിട്ട് മരിക്കാനെങ്കിലും മനുഷ്യന് സാധിക്കണമെന്നുള്ള ഒരു വലിയ തത്വം അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം വന്ന് ഇവിടുത്തെ അധികാരികളുമായിട്ട് അന്നുണ്ടായിരുന്ന മുഖ്യമന്ത്രിയും മറ്റുള്ള പ്രധാനപ്പെട്ട ആൾക്കാരുമായിട്ട് സംസാരിക്കുകയും അങ്ങനെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ RCC ഉണ്ടാകുന്നത്. അപ്പോഴത്തേക്ക് മറ്റൊരു കാര്യം കൂടെ സംഭവിച്ചു. വാഹി കമ്മീഷൻ 1976 കേന്ദ്ര ഗവൺമെൻറ് ഒരു കമ്മീഷൻ നിയോഗിച്ചു. അതായത് മെഡിക്കൽ കോളേജുകളിലുള്ള ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങൾ ഓങ്കോളജി സെൻ്ററായിട്ട് മാറ്റണം, അതിനൊരു ശുപാർശ സമർപ്പിക്കാനായിട്ട് ഒരു വാഹി കമ്മീഷൻ നിയമിച്ചു. വാഹി കമ്മീഷൻ റിപ്പോർട്ടും വന്ന ആ സമയത്തായിരുന്നു. അപ്പോൾ വാഹി കമ്മീഷൻ്റെ റിപ്പോർട്ടും കൃഷ്ണൻ നായർ സാറിൻ്റെ ഈ പറഞ്ഞിട്ടുള്ള ആഗ്രഹവും മറ്റു തരത്തിലുള്ള സാമൂഹിക സാഹചര്യങ്ങളും ഒക്കെ തന്നെ ഒത്തൊരുമിച്ച് വന്നപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ക്യാൻസർ ചികിത്സാ വിഭാഗമാണ് നമ്മൾ ഇന്ന് കാണുന്ന റീജിയണൽ ക്യാൻസർ സെൻ്ററായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നത്. അത് ശരിക്കും പറഞ്ഞാൽ അന്നൊരു പുതിയ കാര്യമാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ആദ്യത്തെ പൊതുവകയിലുള്ള സെൻട്രലൈസ്ഡ് AC ഉള്ള ആശുപത്രിയാണ്. അന്ന് സ്വകാര്യ പഞ്ചനക്ഷത്ര ആശുപത്രികൾ നമ്മളിപ്പോൾ പറയുന്ന പല ആശുപത്രികളും അന്ന് കേരളത്തിലില്ല. സ്വകാര്യ സ്ഥാപനങ്ങളിൽ പോലും അന്ന് സെൻട്രലൈസ്ഡ് AC സംവിധാനം ഇല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അത് നമ്മൾ ആശയം നോക്കിയാൽ അവിടെ ഒരു ക്യാൻസർ പേഷ്യൻറ്റിന് ക്യാൻസറിൻ്റേതായിട്ടുള്ള ഒരു ചിത്രം പോലും വെച്ചിട്ടില്ല. സാധാരണ ആശുപത്രി ചെന്ന് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഒരു ചിത്രങ്ങളോ, അതായത് ഒരു വീടിൻ്റെ അന്തരീക്ഷമായിരിക്കണം, ഗൃഹാന്തരീക്ഷമായിരിക്കണം, ആംബിയൻസ് അതുപോലുള്ളതായിരിക്കണം. രോഗികളെ നമുക്ക് ജീവിക്കാനായിട്ട് ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അവർക്ക് മനോഹരമായൊരു ജീവിതം, അവരുടെ അന്ത്യകാലം മനോഹരമായിരിക്കണം, അവർക്ക് സന്തോഷകരമായിരിക്കണം എന്നുള്ള ശിഷ്ടജീവിതം ക്വാളിറ്റി ഉള്ളതായിരിക്കണം. അതായിരിക്കണം അദ്ദേഹത്തിൻ്റെ ഒരു മോട്ടോ. അങ്ങനെ അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം തന്നെയല്ല ഈ വിദേശത്ത് വിട്ട ആൾക്കാരെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടു അദ്ദേഹം പോയി വിദേശത്ത് പോയി പഠിച്ചിട്ട് വന്നു. അപ്പോൾ അവിടുത്തെ ഈ പറഞ്ഞ നമ്മളെ ട്രഡീഷണലായിട്ടുള്ള നമ്മുടെ ആ ആരോഗ്യ മേഖലയിലുണ്ടായിരുന്ന മാനേജ്മെൻറ്റ് സിസ്റ്റം എല്ലാം മാറ്റിയിട്ട് ഒരു ഓട്ടോണോമസ് സംവിധാനത്തിൽ വന്ന് പുതിയ മാനേജ്മെൻറ്റ് സംവിധാനങ്ങൾ അദ്ദേഹം ആവിഷ്കരിക്കുകയും ഇതിനേക്കുള്ള ആവശ്യം വിഭവ സ്രോതസ്സുകളെല്ലാം തന്നെ അത് മനുഷ്യവിഭവ സ്രോതസ്സുകളായാലും മറ്റു തരം മെറ്റീരിയൽ എല്ലാം തന്നെ സമാഹരിക്കാനും അതിനെ കോർഡിനേറ്റ് ചെയ്യാനും
അതിന് വലിയ ദർശനത്തോടു കൂടി അതിനെ പ്രൊജക്റ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് കൊണ്ടാണ് ഈ കാഴ്ചപ്പാടിന് മാറിയത്. അപ്പം അന്നത്തെ കാലത്ത് ഇതൊരു വലിയ സംഭവമാണ്. ഇപ്പം നമ്മളത് ഇപ്പോൾ ഒരുപാട് ക്യാൻസർ ആശുപത്രിയൊക്കെ വന്നിട്ടുണ്ട്, പഞ്ചനക്ഷത്ര സൗകര്യമുള്ള മറ്റ് സംവിധാനങ്ങൾ വന്നിട്ടുണ്ടാകും. നമുക്കിതിനെക്കുറിച്ച് ഇന്നത്രയും പ്രാധാന്യം നമുക്ക് തോന്നില്ല. പക്ഷേ അന്ന് ഒരു 40 വർഷം മുമ്പ് ആലോചിക്കണം നിങ്ങൾ. അന്നാണ് ഈ എത്രയോ കാലം മുമ്പ് കടന്ന് ചിന്തിച്ചു എന്നുള്ളത് ആലോചിക്കണം. അദ്ദേഹമാണ് ശരിയായിട്ട്, യാതൊരു സംശയമില്ല കാര്യത്തിൽ. പിന്നീട് ഓരോരുത്തരും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരാളെന്ന് പറയുമ്പം ആ മറ്റുള്ളവരുടെ ഹ്യൂമൻ റിസോഴ്സിനെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാനും അവരുടെ കഴിവുകൾ ടാപ്പ് ചെയ്യാനും അത് നമ്മുടെ സ്ഥാപനത്തിലേക്ക് മെർജ് ചെയ്യാനും അത് വലിയ കഴിവാണ്. അതെല്ലാം കൂടാണ്. അല്ലാതെ ഒരു വ്യക്തി മാത്രം, അദ്ദേഹത്തിന് മാത്രമൊന്നുമല്ല, മറ്റുള്ള കഴിവുകളെ ക്രോഡീകരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. നല്ലൊരു മാനേജർ കൂടിയാണ് അദ്ദേഹം. അതാണ്.